സമസ്ത 100ാം വാർഷിക സമ്മേളന പ്രവർത്തനങ്ങളിൽ നിന്നും പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കം വിട്ടുനിൽക്കാൻ ധാരണ. ഒരു വിഭാഗം നേതാക്കൾ വിഭാഗീയ പ്രവർത്തനം തുടരുന്നുവെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ. കോർഡിനേഷൻ സമിതി അറിയാതെ സമ്മേളന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് പരാതി ഉയരുന്നത്. നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അത് സമസ്ത 100ാം വാർഷിക സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ പരിപാടികളിൽ നിന്നും പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു വിഭാഗം നേതാക്കൾ വിഭാഗീയ പ്രവർത്തനം തുടരുന്നുവെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ പറയുന്നു. കോർഡിനേഷൻ സമിതി അറിയാതെ സമ്മേളന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് പരാതി. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, നേരത്തെ ഉള്ള അസ്വാരസ്യങ്ങൾ അത് കെട്ടടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ എന്താണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കടക്കം വിയോജിപ്പും തങ്ങളുൾപ്പെടെ പിന്മാറി നിൽക്കാനുള്ള കാരണം എന്താണ്? പ്രജീഷ്, ഈ സമസ്ത 100ാം വാർഷിക സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി യോഗങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം കൈയടക്കിയിരിക്കുന്നവർ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു ലീഗ് അനുകൂലികൾ ഉയർത്തിയിരുന്ന പരാതി. എന്നാൽ ഇതിൽ ഒരു പരിഹാരം കാണണം എന്നൊരു കാര്യം മുന്നോട്ട് വന്നപ്പോൾ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട്, ജഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് യോഗം ചേരുകയും ഇനി വിഭാഗീയ പ്രവർത്തനം വേണ്ട, ഇനി വിഭാഗീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന രീതിയിൽ തീരുമാനം വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഇതിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം മാത്രം ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ടുള്ള മായിൻ ഹാജി ഉൾപ്പെടുന്ന ഈ കോർഡിനേഷൻ കമ്മിറ്റി ഈ വക കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് ലീഗ് അനുകൂലികൾ ഇപ്പോൾ ഉയർത്തുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹിഷ്കരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നൊരു ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർ വിട്ടുനിൽക്കും എന്നുകൂടെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഫണ്ട് ശേഖരിച്ചിരുന്നു, കോടികളുടെ ഫണ്ട് ശേഖരിച്ചിരുന്നു. ഈ ഫണ്ട് മാറ്റിയത്, അതായത് ഈ ഫണ്ട് നൽകിയത്, ഇതിന്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചില്ല, പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെയാണ് പരാതി. എന്തായാലും സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നിന്ന് വിട്ടുനിന്നു കഴിഞ്ഞാൽ, ഈ യോഗത്തിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്കും മറ്റും പോകും എന്നതാണ് കാര്യം. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തെയും അത് പ്രതികൂലമായി ബാധിക്കും. ഇത് ഏകീകരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രജീഷ്, ശരി, ഇംതിയാസ് ആണ് വിവരങ്ങൾ നൽകിയത്.